യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും പ്രായമായിട്ടിരുന്നിട്ടുള്ള തിരുമേനിമാരെ ആരും ഇല്ല. രണ്ടാമതായിട്ട് ദൈവം ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട്. ഇതുവരെ ഈ 80 വയസ്സിൽ അല്ല 55 വർഷമായി ഞാനൊരച്ഛനായിട്ട് എനിക്ക് ഒരു ആശുപത്രി കയറേണ്ടതായിട്ടോ കിടക്കേണ്ടതായിട്ടോ വന്നിട്ടില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ദൈവം തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. എപ്പോഴും ഒരിക്കൽ മാത്രം ഒരു കിഡ്നി സ്റ്റോണിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ ട്രിവാൻഡ്രത്ത് പോയി. അവര് ഓപ്പറേഷന് മുമ്പ് എക്സ്റേ എടുത്തപ്പോൾ കിഡ്നി സ്റ്റോൺ പോയി മാറി കിഡ്നി സ്റ്റോൺ ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നെ വേറെ ഇങ്ങനെയും പിന്നെ ഇപ്പോഴേ വാദം ഉണ്ട്. ആരോടുമല്ല, കാലയില്. അച്ഛന് വൈദികനായിട്ട് എത്ര വർഷമാണ്? 45 കൊല്ലം ആകാൻ പോകുന്നു. ഇത്രയും നാളത്തെ ക്രിസ്മസ്, പ്രത്യേകിച്ച് ചെറിയ ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു അന്നത്തെ ആഘോഷമൊക്കെ? വളരെ പിന്നെ പറഞ്ഞ പോലെ ഒരു നാച്ചുറലായിട്ടും എല്ലാം നടത്തിയിരുന്നു എന്ന് പറയുകയാണ്. എല്ലാവർക്കും ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇപ്പൊ അച്ഛന് എത്ര വയസ്സുണ്ട്? 77 വയസ്സായി. 77 വയസ്സ്. അച്ഛന് പുഷ്പഗിരിയിലാണ് ഇപ്പോൾ അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുക, അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു അനുഭവം ഒരു ശുശ്രൂഷയാണ്. വാസ്തവത്തില് അവിടെ രോഗികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് അവർ ചോദിക്കും എന്താ വരാൻ ഞങ്ങളൊക്കെ പിന്നെ മറന്നുപോയെന്നൊക്കെ ചോദിക്കും. ഏതെങ്കിലും സമയത്ത് അച്ഛന് നിരാശ എന്ന് പറയാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടോ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ? ജോലി എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യനുണ്ട്. അപ്പം അവർക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ മാത്രമേ ഉള്ളൂ. ഒത്തിരി പേര് പിന്നെ മാനസാന്തരപ്പെട്ട അച്ഛൻ ക്ഷമിക്കണം, ഞങ്ങളെ അറിയാതെ പറ്റിപ്പോയെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അത് തിരിച്ചു വരുന്നതിനുള്ള സന്തോഷമാണ്. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി. കാരണം അവർക്കൊരു മനസാന്തരം ബോധ്യം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അവരുടെ നന്മയാണ്